നമസ്കാരം. മഹീന്ദ്ര അവരുടെ BE6 XEV9e എന്നീ രണ്ട് വാഹനങ്ങൾ കൊണ്ട് ഞെട്ടിച്ചു. നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ടാറ്റയുടെ പ്രിപ്പറേഷൻസ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ടാറ്റയുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അവർ ഉണ്ടാക്കുന്ന വാഹനങ്ങൾ ഇപ്പോൾ SUV വാഹനങ്ങൾ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ട്. ഐസ് വേർഷനിൽ 4x4 കേപ്പബിലിറ്റി ഉള്ള വാഹനങ്ങൾ അവർക്കില്ല. മോണോകോക്ക് ഷാസിയിലാണ് അവർ വാഹനങ്ങൾ നിർമ്മിക്കുന്നത്. ലാഡർ ഓൺ ഫ്രെയിം ചേസിസിൽ അത്തരം വാഹനങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ഇവിടെ ഒരു ക്ലിയർ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതായത് റേഞ്ച് റോവറിൻ്റെ DNA അല്ലെങ്കിൽ ലെഗസി എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വാഹനം Harrier.ev. നമ്മൾ അനുസ്മരിപ്പിക്കുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് റേഞ്ച് റോവർ ചൈനയിലെ ടിയാമൻ എന്ന് പറയുന്ന മൗണ്ടനിലേക്ക് ആ ഒരു വാഹനം ഓടിച്ച് കയറ്റിയപ്പോൾ ഉണ്ടാകുന്ന ഒരു എക്സൈറ്റ്മെൻറ്റ്, ആ ഒരു എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് ഇപ്പോൾ ടാറ്റ മോട്ടോഴ്സ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ കട്ടായിട്ട് ഞങ്ങൾ നല്ലൊരു പ്ലെയറാണ് ഈ ഒരു ബിസിനസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു പ്ലേ ഗ്രൗണ്ടിൽ ഞങ്ങളുടെ EVകൾ മികച്ച ടെക്നോളജിയിലൂടെ മാത്രമല്ല, മികച്ച ഫീച്ചറുകൾ മാത്രമല്ല, മികച്ച കേപ്പബിലിറ്റി ഉള്ള വാഹനങ്ങൾ കൂടിയാണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ് അവർ നൽകിയത്. ചൈനയിലെ ടിയാമൻ മൗണ്ടനിൽ റേഞ്ച് റോവർ ഓടിച്ച് കയറ്റിയപ്പോൾ ഉണ്ടായ അതേ എക്സൈറ്റ്മെൻറ്റ് തന്നെയാണ് ഇടുക്കി ജില്ലയിലെ വാഗമണിനടുത്തുള്ള തങ്ങൾപ്പാറയിലെ എലഫൻ്റ് റോക്കിലേക്ക് ഏകദേശം 3937 ഫീറ്റ് ഹൈറ്റ് ഉള്ള ഒരു പ്രദേശത്തേക്ക് 34 ഡിഗ്രി ഇൻക്ലൈൻ ആംഗിൾ ഉള്ള അത്തരം ചെരിവുകളിലൂടെയൊക്കെ വളരെ സ്ലിപ്പറി ആയിട്ടുള്ള പ്രതലങ്ങളിലൂടെ ഈ ഒരു വാഹനം ഓടിച്ചു കയറ്റി ടാറ്റ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നൽകിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാറ്റ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തുവിട്ടിട്ടുള്ള Harrier.ev വിശേഷങ്ങളാണ്. എൻജിൻ ബേയുടെ മറ്റൊരു വ്ളോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ കോണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഈ ഒരു വാഹനത്തിൻ്റെ ടീസർ നമ്മൾ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായ ഒരു കാര്യമെന്ന് പറയുന്നത് അതിൻ്റെ ക്ലസ്റ്ററിൽ 550 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. 550 കിലോമീറ്ററിന് മുകളിൽ തീർച്ചയായിട്ടും കമ്പനി ക്ലെയിം ചെയ്യും എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ കേപ്പബിലിറ്റിയാണ്, വാഹനത്തിൻ്റെ പെർഫോമൻസ് ആണ്. ഓൾ വീൽ ഡ്രൈവ് വാഹനം ഐസ് വേർഷനിൽ വേണം എന്നൊക്കെ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ടാറ്റ അത് ഇഗ്നോർ ചെയ്തു. കാരണം ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഇലക്ട്രിക് ആണ്. അപ്പോൾ അവരുടെ ഇലക്ട്രിക് SUV ആയിട്ടുള്ള Harrier.ev 4 വീൽ കേപ്പബിലിറ്റി അത് മികച്ച ടെക്നോളജിയിലൂടെയാണ് അവർ കൊണ്ടുവരുന്നത്. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള പല മോഡുകളും ഈ ഒരു വാഹനത്തിനകത്തുണ്ട്. നമ്മൾ എടുത്തു പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ കേപ്പബിലിറ്റി എന്ന് പറയുന്നത് ഒരു അഡ്വർടൈസ്മെൻറ്റിലൂടെ മാത്രമല്ല കമ്പനി പുറത്ത് കൊണ്ടുവന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ ഒരു പ്രതലം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വളരെ സ്ലിപ്പറി ആയിട്ടുള്ള രണ്ട് സൈഡിലും വലിയ ഗർത്തങ്ങളുള്ള ഒരു ഏരിയയാണ്. അവിടെ വാഹനം ഓടിച്ച് കയറ്റുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക് മാത്രമല്ല, അതിന് നല്ല കരുത്തുള്ള മനസ്സുള്ള അല്ലെങ്കിൽ നല്ല ഉറച്ച ഹൃദയമുള്ള നല്ല ഡിറ്റർമിനേഷനുള്ള സ്കിൽഡ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ അത് കഴിയുകയുള്ളൂ. തീർച്ചയായിട്ടും ഇതൊരു അഡ്വർടൈസ്മെൻ്റ് ആണ്. നമുക്ക് ഒരു പരസ്യ ചിത്രീകരണത്തിനെ എത്രത്തോളം വിശ്വസിക്കാം എന്നുള്ളതും വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. എന്നാൽ പോലും ക്ലിയർ കട്ടായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് മഹീന്ദ്രയ്ക്ക് നൽകിയിരിക്കുകയാണ് ടാറ്റ മോട്ടോഴ്സ്. നിങ്ങളുടെ വാഹനങ്ങളിൽ ഒരുപാട് ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഞങ്ങളുടെ വാഹനം തീർച്ചയായിട്ടും കേപ്പബിളാണ്. കേപ്പബിൾ എന്ന് പറയുന്നത് റോഡില്ലാത്ത സ്ഥലങ്ങളിൽ പോലും ഒരു റോഡ് ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ കഴിയത്തക്ക രീതിയിലുള്ള, വഴി വെട്ടി മുമ്പോട്ട് പോകാൻ കഴിയത്തക്ക രീതിയിലുള്ള ഒരു വാഹനം എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. 4 വീൽ ഡ്രൈവിൽ അല്ലെങ്കിൽ ഓൾ വീൽ ഡ്രൈവിലാണ് ഈ ഒരു വാഹനം വന്നിട്ടുള്ളത്. എടുത്തു പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് വാഹനത്തിൻ്റെ ഫീച്ചറോ അതല്ലെന്നുണ്ടെങ്കിൽ ഫാൻസി ഫീച്ചേഴ്സോ അതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റോ എത്ര ബാറ്ററി കപ്പാസിറ്റി ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കമ്പനി പുറത്ത് വിട്ടിട്ടില്ലെന്നുണ്ടെങ്കിലും കമ്പനി പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ ഒരു വാഹനത്തിൻ്റെ കേപ്പബിലിറ്റിയാണ്. ഇലക്ട്രിക് വാഹനങ്ങളിൽ ഇത്തരം 4 വീൽ കേപ്പബിലിറ്റി ഉള്ള മോട്ടറുകൾ അല്ലെങ്കിൽ ഡ്യുവൽ മോട്ടറുകൾ എത്രത്തോളം പെർഫോം ചെയ്യും, അതിൻ്റെ ഇലക്ട്രിക് മോഡ് അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡിഫറൻ്റ് ആയിട്ടുള്ള ടെറൈൻ മോഡുകളൊക്കെ എങ്ങനെ പെർഫോം ചെയ്യും, അതിൻ്റെ ഇൻക്ലൈൻ ആംഗിൾ അതല്ലെന്നുണ്ടെങ്കിൽ അപ്രോച്ച് ആംഗിൾ, ഡിപ്പാർച്ചർ ആംഗിൾ, റാംപ് ഓവർ ആംഗിൾ, ഇതെല്ലാം എത്തരത്തിൽ ബാധിക്കും അല്ലെങ്കിൽ എത്തരത്തിൽ Harrier.ev സ്യൂട്ടബിൾ ആണ് എന്നുള്ളതും ഈ ഒരു വീഡിയോയിലൂടെ അവർ സ്ഥാപിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നല്ല നല്ല വ്ളോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. Harrier.ev തീർച്ചയായിട്ടും ലോഞ്ചിന് തയ്യാറെടുക്കുകയാണ്. ഈ ഒരു കോണ്ടന്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല നല്ല വ്ളോഗ്സും നല്ല നല്ല പുതിയ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പുതിയ ന്യൂസുകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.